രാഷ്ട്രീയം പറഞ്ഞ് കൊമ്പുകോർത്ത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDF, UDF, NDA സ്ഥാനാർത്ഥികൾ. വികസനത്തിന്റെ വരണ്ട വർഷങ്ങളാണ് കടന്നുപോയതെന്ന് LDF സ്ഥാനാർത്ഥി എളമരം കരീം. ചെയ്ത വികസനങ്ങൾ സ്വന്തം കാറിൽ കൊണ്ടുപോയി എണ്ണി കാണിക്കാമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മറുപടി. ഇരുകൂട്ടരെയും നന്നാക്കിയെടുക്കാമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ ചെലവിൽ എൻ്റെ കാറിൽ ആരെങ്കിലും വരുമെങ്കിൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് എണ്ണി കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളൂ. അദ്ദേഹം പറയുന്നതിന് രേഖാപരമായി തെളിയിക്കാൻ സാധിച്ചാൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ശുദ്ധമായ അവാസ്തവമായ പ്രസ്താവനകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നൽകാന്നല്ലാതെ ഒരു രേഖയും ഹാജരാക്കാൻ കഴിയില്ല. അതിലാകെ ഇവർ തമ്മിലുള്ള തർക്കം ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തൽക്കാലം രണ്ടുപേരോടൊന്ന് നിങ്ങൾ പറയും, നമുക്ക് നന്നാക്കിയെടുക്കാം, നന്നാക്കിയെടുക്കാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് LDF, UDF, NDA സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പങ്കെടുത്തത്. BJPയെ താഴെയിറക്കുക മുഖ്യ ലക്ഷ്യം. കഴിഞ്ഞ കാലയളവിൽ നടത്തിയ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് വോട്ട് തേടുന്നതെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര ഭരണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ ഒരു ഭരണം പുനഃസ്ഥാപിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ മത്സരം LDFും UDFും തമ്മിലാണ്. BJPക്ക് ഒറ്റ സീറ്റും ലഭിക്കില്ല. രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പാണെന്നും LDF സ്ഥാനാർത്ഥി എളമരം കരീം. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്ത് പ്രതിപക്ഷത്തിന്റെ വലിയ റാലി നടന്നു. ആ റാലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായിയെ ED അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. ഈ വൈരുദ്ധ്യം പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പക്വതയില്ലായ്മയും രാഷ്ട്രീയ വീക്ഷണത്തിന്റെ വൈകല്യത്തെയും വ്യക്തമാക്കുന്നു. നിലവിലെ MPമാരായ രണ്ടുപേർക്കും വിശ്രമം നൽകണമെന്നാവശ്യപ്പെട്ട NDA സ്ഥാനാർത്ഥി MT രമേശ് മോദി ഗ്യാരണ്ടി ആവർത്തിച്ചു. 10 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വികസനവും ക്ഷേമവുമാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കി. പരിപാടി അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥികൾ പിരിഞ്ഞത് ഇങ്ങനെ. അതങ്ങനെയല്ല, രണ്ടുപേരിൽ ഒരാളെ കേട്ടുന്ന മതി, രണ്ടൊരു മുന്നണിയാണ്. ബെൻസൺ ബാബു മങ്ങാട്, മീഡിയ 1, കോഴിക്കോട്.